ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മോംസ് കുക്കറി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രാ വ്ളോഗ് തന്നെയാണ്. വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ കോയമ്പത്തൂരിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇത് ഈ മഴക്കാലത്തൊക്കെ മുന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം സമയം കിട്ടുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു യാത്ര നമ്മൾ ഹസ്ബൻഡിൻ്റെ കുറച്ച് ആവശ്യത്തിനായിട്ട് പോയതായിരുന്നു കേട്ടോ. കോയമ്പത്തൂരിൽ ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇന്നത്തെ യാത്രയിൽ ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഉമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കോയമ്പത്തൂരിലേക്ക് നമ്മൾ ഏകദേശം ഒരു രാവിലെ തന്നെ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ലെങ്ത് കൂടിയ യാത്രയായിരുന്നു. നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത വഴികളായതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് ആയിട്ട് തന്നെ പോയിട്ടോ. അപ്പോൾ നമ്മൾ പോകും വഴി നല്ലൊരു ലൊക്കേഷൻ നമ്മൾ കിട്ടി. അപ്പോൾ മണ്ണാർക്കാടുള്ള സൈലൻറ്റ് വാലിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റും, പക്ഷേ നമ്മൾ അങ്ങനെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. ഇത് ഓൺ ദ വേ റൂട്ടാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു എക്കോ സിസ്റ്റം മൊത്തമായിട്ട് ചേഞ്ച് ആവും കേട്ടോ ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഈ സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് നീലഗിരി ഹിൽസിൻ്റെ താഴെയിലാണ് കേട്ടോ ഉള്ളത്. അത് നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്. പറ്റുന്നവരൊക്കെ കാണാൻ പോകുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടേക്ക് കയറണം, നമ്മളതൊന്നും കയറിയിട്ടില്ല. പക്ഷെ നല്ലൊരു ലൊക്കേഷൻ തന്നെയായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലും നമുക്ക് ഇവിടെ ഒന്നുകൂടി പോകണം. ഈ ഒരു ഏരിയയിൽ ലയൺ ടീൽഡ് മക്കാവ് കൂടുതലായിട്ട് കാണപ്പെടും എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നോക്കി കേട്ടോ. ഇതൊരു തരം കുരങ്ങാണ്. അപ്പം നമ്മൾ കുറേ നോക്കി, ഏതെങ്കിലും മരത്തിൽ ഒന്നെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിലും അതെന്തായാലും സാധിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഏകദേശം 6.25 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് കേട്ടോ കോയമ്പത്തൂരിലേക്ക്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മാറി മാറി ഓടിച്ചാണ് നമ്മളിങ്ങോട്ട് വന്നത്. വരും വഴി നമ്മൾ കണ്ട സൈലൻറ്റ് വാലി അവിടെയൊക്കെ നല്ല റോഡൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ, പ്രശ്നമായിരുന്നു. അപ്പം അതൊക്കെ കിടന്നു. നമ്മൾ ഹസ്ബൻഡിൻ്റെ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് അവിടുത്തെ ബ്ലൂഫീൽഡ് മോളിലാണ്. കോയമ്പത്തൂരിലെ ഏറ്റവും വലിയ മോളിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇപ്പം. അപ്പോൾ ഇത് കോയമ്പത്തൂരിലെ ഏറ്റവും വലിയ മോളെന്ന് മാത്രമല്ല ഏറ്റവും ആദ്യത്തെ മോൾ കൂടിയാണ്. ഇത് 2009 കേട്ടോ പണി തീർന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു 4 ഫ്ലോറുണ്ട്. അപ്പം ഒട്ടുമിക്ക എല്ലാ മോള് പോലെ തന്നെ ഏറ്റവും നല്ല നല്ല ബ്രാൻഡ്സും ഒക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഒരു ദിവസം മൊത്തമായിട്ട് ചിലവഴിക്കാൻ പറ്റിയ ഐറ്റംസ് ഈ ഒരു മോളിൽ നമുക്ക് കയറിയാൽ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു മോളൊക്കെ ഒന്ന് കണ്ടാണ് കേട്ടോ. അപ്പം മാക്സിമം പറ്റാവുന്നത്ര ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറ്റു വീഡിയോസൊക്കെ പോയി കാണാം. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാണ്ട് പ്രസ് ചെയ്യുക, എന്നാലേ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ ഇപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് മോള് ഫാഷന്, ഗ്രോസറീസ്, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറിക്കാൻ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാം, കാശുള്ളവർക്കാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്നോ ഫാൻറ്റസി, നമ്മൾ ഹൈലൈറ്റ് മോളിലുള്ള സ്നോ ഫാൻറ്റസിയുടെ വേറൊരു ബ്രാഞ്ച് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല.
അപ്പോൾ ഹൈലൈറ്റ് മോഡൽ ഓൾറെഡി പോയതാണ് മുന്നേ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് ഇതിൻ്റെ അകത്തുള്ള വേറൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ടേക്കാണ് പിന്നെ നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ കളിപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്നുള്ള ഇതിലാണ് നമ്മൾ അതിൻ്റെ അകത്ത് കയറി. പിന്നെ കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പം അവിടെ നിന്ന് ഇറങ്ങാൻ നല്ല പണിയായിരുന്നു. അത്യാവശ്യം റീസണബിൾ റേറ്റ് ആയിരുന്നു അതിൻ്റെ അകത്തുള്ള റൈഡ്സിനും ഒക്കെ ആയിട്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. കുട്ടികളെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കാൻ ആയമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം പാരൻസ് ഇല്ലെങ്കിലും കുട്ടികളെ ഇവിടെ നമുക്ക് സേഫായിട്ട് തന്നെ ഒക്കെ കളിച്ചതിന് ശേഷം ഞാനും മോളും ഈ ഒരു ഗെയിം കണ്ടു. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനും മോളും ഒരുപാട് നേരം ഇവിടെ നിന്നിട്ട് കളിച്ചു കേട്ടോ. കുറേ കാശ് ഇവിടുന്ന് പോയിക്ക് കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഗെയിം കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരാം, മുകേഷ് ചേട്ടൻ്റെ ഡീൽ ഓർ നോ ഡീൽ എന്ന് നമ്മുടെ ചാനലിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പം അതിൻ്റെ തന്നെ ഒരു ഗെയിമാണ്. അപ്പം നല്ല ഒരു എന്താ പറയണ്ടേ, എൻ്റർടൈനിങ് ആണ് ഇത് കളിക്കാനും തന്നെ. അപ്പോൾ ഒട്ടുമിക്കവർക്കും അറിയുണ്ടാവും. നമ്മൾ മുന്നേ യു എയിൽ ഉണ്ടായപ്പം ഒട്ടുമിക്ക സിറ്റി സെൻറ്ററിലും ഉണ്ടാവും ഈ ഒരു ഗെയിം. അപ്പോൾ അവിടെ നിന്നൊക്കെ കളിച്ചൊരു ഓർമ്മ വന്നു കേട്ടോ ഇവിടെ പോയപ്പം. അപ്പോൾ നല്ലൊരു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കോർട്ടിലാണ് കേട്ടോ പോയത്. അപ്പം ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ടു കേട്ടോ. അപ്പം നമ്മൾ പോകും വഴി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സൈലൻറ്റ് വാലി ത്രൂ ആണ് പോയത്. അപ്പം പക്ഷേ വരും വഴി ഞാൻ ആകെ പേടിച്ചിട്ടുണ്ടായത് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അതിലൂടെ വരാൻ നല്ല പാടായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഗൂഗിളിൽ നിന്ന് കണ്ണൂർ അടിച്ചപ്പം നമുക്ക് വേറൊരു ലൊക്കേഷനാണ് കേട്ടോ വന്നത്. അപ്പം ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ടുള്ളത് മലമ്പുഴ ഡാമിലേക്കാണ് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ മലമ്പുഴ ഡാം വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വരും വഴി കുട്ടികളൊക്കെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉള്ളിലോട്ടായിട്ട് നടക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ടുമാണ് നമുക്ക് ഈ ഒരു മലമ്പുഴ ഡാമിൻ്റെ അകത്തോട്ടേക്ക് കയറാൻ കേട്ടോ. അപ്പം നല്ല ഗാർഡനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കയറാനുള്ള എൻട്രൻസ് ഫീസ് എനിക്ക് ഓർമ്മയില്ല, 50 100 മറ്റോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കൊടുത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. പലതരം പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലോണം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ചെറിയ ട്രെയിൻ പോലെയും അതുപോലെ മറ്റ് ആനിമൽസിൻ്റെ ഒക്കെ സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ നമ്മളവിടെ പോയപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് കറങ്ങി കാണാമെന്ന് ചോദിച്ചിട്ട് കയറിയതാണ്. നമുക്ക് രാത്രി ആവുന്നതിന് മുന്നേ വീട്ടിലേക്കും തിരിച്ചു വരണം. നമ്മൾ എവിടെയും സ്റ്റേ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ വരുന്നതിന് തീരുമാനിച്ചത്. അപ്പം ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ല ലൊക്കേഷൻ അവർ ഇതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പം ഇവിടെ മലമ്പുഴ യക്ഷിണിയും അതുപോലെ ഇതുണ്ടായിരുന്നു, റോപ്പ് വേ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാം, ഒന്ന് കയറാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ചൂടുകൊണ്ട് നമുക്ക് ശരിക്കും എന്താ പറയണ്ട, ഭയങ്കര ടയർഡ്നെസ് ഫീൽ ആയിരുന്നു. അതുപോലെ ഡാമും വറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കൊന്നും കാണാനൊന്നും പറ്റില്ല കേട്ടോ, വെള്ളമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതാണ് അവിടെ ദൂരെ ഉള്ളതാണ് മലമ്പുഴ യക്ഷി. അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് പോവാം, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് അധികം റിസ്ക് എടുത്തില്ല, അങ്ങോട്ടേക്ക് പോയില്ല കേട്ടോ. അപ്പം നമ്മൾ പിന്നെ പോകുന്നത് ഈ റോപ്പ് വേ കയറാനാണ്. അപ്പം കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട്. അപ്പം എന്തായാലും അതൊന്ന് കയറി കിട്ടി. അപ്പം കയറുന്ന വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, നല്ല വ്യൂ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പെട്ടെന്ന് പോകണം, അതുപോലെ ചൂടും നല്ലോണം ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഈ കുറച്ച് ഫിഷസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളൊന്ന് റിട്ടേൺ അടിച്ചു വീട്ടിലോട്ടേക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.